മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് മണികുമാർ. വ്യക്തിപരമായ അസൗകര്യമുണ്ടെന്ന് വിശദീകരണം. ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം വിവാദമാകുകയും പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് നൽകുകയും ചെയ്തിരുന്നു. വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നു. ശാലിനി, വലിയ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ എല്ലായിടത്തും പ്രചരണമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ വിയോജനക്കുറിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ പിന്മാറ്റ കാരണത്തിന് പിന്നിലെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്? ഉമേഷ്, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ ചുമതല തനിക്ക് ഏറ്റെടുക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ളതാണ് മണികുമാർ ഗവർണറെ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി രേഖാമൂലം തന്നെയാണ് രാജ്ഭവനിലേക്ക് ഈ വിവരം അദ്ദേഹം അറിയിച്ചിട്ടുമുള്ളത്. നിയമനത്തിന് ഗവർണർ അംഗീകാരം നൽകിയതിന് കഴിഞ്ഞ ദിവസമാണ് ഇതിനൊരു അംഗീകാരം രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു അറിയിപ്പ് രേഖാമൂലം അറിയിച്ചിട്ടുള്ളത്. അപ്പം തന്നെ വ്യക്തിപരമായ കാരണങ്ങളാലാണ് താൻ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് ഗവർണറെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മണികുമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അപ്പം തന്നെ ഇമെയിൽ സന്ദേശമാണ് അദ്ദേഹം ഗവർണർക്ക് അയച്ചിട്ടുള്ളത്. വ്യക്തിപരമായ അസുഖങ്ങളുണ്ടെന്നും അച്ഛന്റെ മരണത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ നിൽക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടുമാണ് സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യപ്പെടാത്തത് എന്നുള്ളതാണ് ആ ഇമെയിൽ സന്ദേശത്തിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പും പരാതികളും കാരണം മണികുമാറിന്റെ നിയമനം സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശ വൈകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് ഔദ്യോഗികമായി സ്ഥാനം ഏറ്റെടുക്കാൻ അംഗീകാരം നൽകി രാജ്ഭവന്റെ അറിയിപ്പും നിർദ്ദേശവും തീരുമാനവും ഒക്കെ തന്നെ വരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിയമനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയോജനക്കുറിപ്പ് അയച്ചിരുന്നു. ഇതിനെ തുടർന്ന് നിയമനം തടഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നിയമനം അവകാശം എടുക്കുന്ന ഒരു സാഹചര്യം രാജ്ഭവനും സ്വീകരിച്ചിരുന്നു. എന്നാലും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി മണികുമാറിന്റെ പേര് മാത്രമാണ് മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള സമിതി യോഗത്തിൽ സർക്കാർ കൊണ്ടുവന്നതെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം അത്തരത്തിലൊരു കത്ത് ഗവർണർക്ക് അയക്കുന്നത്. ഒപ്പം തന്നെ ഒരു പേര് മാത്രം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചെന്നും പക്ഷപാതപരമായി പ്രവർത്തിക്കാൻ ജസ്റ്റിസ് മണികുമാറിന് കഴിയുമോ എന്നും ഗവർണർക്ക് അയച്ച കത്തിൽ വി.ഡി. സതീശൻ അന്ന് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാലും കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സർക്കാർ ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കാൻ ശുപാർശ നൽകിയത്. കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മണികുമാർ. എന്തായാലും ഔദ്യോഗികമായി തീരുമാനം വന്നതിന് അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കാനുള്ള അംഗീകാരം രാജ്ഭവൻ നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം മണികുമാറിന്റെ ഭാഗത്തു നിന്നും രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും സ്ഥാനം വ്യക്തിപരമായ കാരണങ്ങളാൽ ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് ഇമെയിൽ സന്ദേശത്തിൽ മണികുമാർ വ്യക്തമാക്കുന്നത്. ഉമേഷ്, ശരി. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.